ചിന്തയും അധ്വാനവും കൂട്ടിച്ചേർക്കുന്ന ഒരു മഹത്തായ ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യം, ആ വ്യവസായങ്ങളുടെ വികാസമാണ് നമ്മുടെ ഒരു രാജ്യത്തിന്റെ വികാസം എന്ന് പറയുന്നത്. അവിടുത്തെ ഭരണകൂടത്തിന്റെ ധനകാര്യ മാനേജ്മെന്റോ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റോ അല്ല, അവിടുത്തെ ജനതയുടെ ഉൽപാദന ശേഷിയും ക്രയശേഷിയുമാണ്. ആ ക്രയശേഷിയുടെ ഏജന്റുമാർ, അതിനെ നയിക്കുന്ന ലീഡർമാരാണ് നിങ്ങൾ. ചായക്ക് ഇടവേള വേണം. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, വിലക്ക് ഡിസ്പ്ലേ ഞാൻ ചോദിച്ചതാ. വല്ല കുറച്ചാൾ പുതിയ ആളൊക്കെ വന്നിട്ടില്ല. അപ്പൊ ക്രയശേഷിയും സ്കിൽ ഡെവലപ്മെന്റും ചിന്താശേഷിയും വളർത്തിയെടുക്കാൻ ലീഡർഷിപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾ മറ്റുള്ളവർ പല വിധത്തിലുള്ള ലീഡർമാരുണ്ടാകും. ലീഡർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലുള്ള ലീഡർമാരൊന്നും അല്ല ലീഡർ കേട്ടോ. ഇലക്ഷനിൽ ജയിക്കുന്ന ലീഡർമാരൊന്നും അല്ല ലീഡർ. അവരെല്ലാം മറ്റുള്ളവരാൽ ബൂസ്റ്റ് ചെയ്യപ്പെട്ട ലീഡർമാരാണ്. മറ്റുള്ളവർ ഉയർത്തിയപ്പോ ഞാൻ ഉയർന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾ സ്വയം ഉയർന്നു വന്നവരാണ്. നിങ്ങൾ സ്വയം വഴി കണ്ടെത്തിയവരാണ്. അപ്പൊ ലീഡർഷിപ്പിനെ കുറിച്ച് ഒരു അന്താരാഷ്ട്ര നിർവചനമുണ്ട്. ആ നിർവചനം എങ്ങനെയാണ്? A leader, one who knows the way, shows the way and goes the way. ഒരു ലീഡർ, one who knows the way, വഴി അറിയണം. എനിക്കും എൻ്റെ കൂട്ടാളികൾക്കും ഏത് വഴി പോയാലാണ് ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നതിൻ്റെ വഴി അറിയണം. ആ വഴി കണ്ടുപിടിക്കണം. പക്ഷിമൃഗാദികൾക്ക് വഴി കണ്ടുപിടിക്കുന്നത്, ഒരു പശുവിനെ ആലയിൽ നിന്ന് തുറന്നു വിട്ടാൽ ഇന്ന് മമ്മദാജിയുടെ പറമ്പ് പോയിട്ട് ഞാൻ പുല്ലുമേയും എന്ന് തീരുമാനിച്ച ഒരു ലക്ഷ്യബോധത്തോടെ നടക്കുന്ന ഒരു പശു ഇല്ല. ഒരു പശു അങ്ങ് നടക്കും, ബാക്കി പശുക്കള് പുറകെ നടക്കും. മുമ്പിൽ നടന്നീടിന ഗോവ് തന്റെ പിമ്പേ ഗമിക്കുന്നു ബഹുഗോക്കളെല്ലാം എന്ന് കുഞ്ചൻ നമ്പ്യാരുടെ വരിയതാണ്. അതിന് ലക്ഷ്യമില്ല. എവിടെ നിന്നെത്തി എന്നറിവീല, ഏതാണ് ലക്ഷ്യമെന്നറിവീല എന്ന് കേട്ടിട്ടില്ലേ? അതാണ് പക്ഷിമൃഗാദികൾ. അവർക്ക് കാലദേശങ്ങളുടെ ഫ്രം ആൻഡ് ടു ഇല്ല. കാലത്തിനും ദേശത്തിനും ഫ്രം ആൻഡ് ടു ഉണ്ട്. നമുക്കറിയാം, ഇന്ന് 2025 ആഗസ്റ്റ് മാസം 25-ാം തീയതിയാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ് അല്ലേ? നമുക്കറിയാം. 26 ചൊവ്വാഴ്ചയാണ് ഇന്ന് അല്ലേ? നമുക്കറിയാം. എന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ള നാട്ടിലുള്ള ഏതെങ്കിലും പട്ടിക്കോ പശുവിനോ പൂച്ചക്കോ അറിയാവോ ഇന്ന് ചൊവ്വാഴ്ചയാണ്? ഇന്ന് ആഗസ്റ്റ് 26 അറിയോ? അവർക്ക് കാലബോധമില്ല. കാലബോധമുള്ളത് കൊണ്ടാണ് നമുക്ക് മരണഭയം ഉണ്ടാകുന്നത്. മരണഭയം ഉള്ളത് കൊണ്ടാണ് ദൈവഭയം ഉണ്ടാകുന്നത്. മരണഭയത്തെ ഉപയോഗിച്ചിട്ടാണല്ലോ ദൈവങ്ങളും മതങ്ങളെല്ലാം ഉണ്ടായത്. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ എന്ന് ജോസഫ് പൈക്കട സാറിന്റെ പള്ളിയിൽ നിന്ന് പാടും അല്ലേ? തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്ന് നിസറുദ്ദീൻ സാഹിബിന്റെ പള്ളിയിൽ നിന്ന് പാടും അല്ലേ? എപ്പോഴും മരണമുണ്ട്. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ എന്ന് രാജാറാം സാറിന്റെ അമ്പലത്തിൽ നിന്നും പാടും. മരിക്കുമെന്ന ഭയം. പക്ഷിമൃഗാദികൾക്ക് മരിക്കുമ്പോൾ മാത്രമേ അവർ മരിക്കൂ, അല്ലാതെ മരിക്കുമല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു പക്ഷിമൃഗാദികളും ഇല്ല. ഒരു പക്ഷിമൃഗാദികളും ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല. ഉണ്ടോ? ആത്മഹത്യ പോലെ ഒരു വിഡ്ഢിയാരാ? മനുഷ്യരാ. കാരണം മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ? കമ്മ്യൂണിസ്റ്റുകാരുടെ ജാഥ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോൾ വഴിയിൽ ഒരു വിളക്ക് കണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ?
എന്തുകൊണ്ടാണെന്നറിയോ? മരിച്ചിട്ട് അങ്ങ് പോയാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ജില്ലാ സെക്രട്ടറിന്റെ കത്തെടുക്കൂലാണ്. അന്നേരം പണം നിൽക്കട്ടെ വിചാരിച്ചിട്ടല്ലേ? പിടിയിട്ടില്ലേ? അതാണ്. അപ്പൊ ഈ മരണാനന്തര ലോകം കാലബോധമുള്ളത് കൊണ്ടാണ്. നമുക്ക് അത്രേ ആയുസുള്ളൂ. അത് കഴിഞ്ഞാലോ 90 കഴിഞ്ഞാലോ 90 കഴിഞ്ഞാൽ 1000 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും വരുമെന്ന് പ്രശ്നമൊന്നുമില്ലായിരുന്നു അല്ലേ? ഈ ഭൂമി എങ്ങനെയുണ്ടെന്നല്ല. നിങ്ങൾക്കൊരു 10,000 കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് തോമസ് ചാണ്ടിയുടെ റിസോർട്ട് ഇപ്പോ അതുപോലെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇവിടെ വന്നു നോക്കാനൊരു ചാൻസ് ഉണ്ടോ? 9,000 കോടി വർഷം കഴിഞ്ഞാലും ചാൻസ് ഉണ്ടോ? ഇല്ല, ഒരു ചാൻസും ഇല്ല. തീർന്നു അവിടെ, ഡിം, പിന്നെ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ സമയത്തിന് മൂല്യം ഉണ്ടാവുന്നത്. 90 വയസ്സ് വരെ ജീവിക്കുന്നതെന്ന് വിചാരിക്കും. ആ 90 വയസ്സിൽ നമുക്ക് 60 വർഷമേ നമ്മൾ അറിയുന്നുള്ളൂ നമ്മൾ ജീവിക്കുന്നത്. 30 വർഷം 90 പോരെ, പോരാത്ത ആൾ കുട്ടിക്ക് കേട്ടോ, 90 പോരെ, 60, അതിൽ 30 വർഷം നമ്മൾ ബോധമില്ലാതെ ഉറങ്ങുകയായിരുന്നു ഇല്ലേ? ഒരു ദിവസം 8 മണിക്കൂറാണല്ലോ ശരാശരി ഉറക്കം. 8 മണിക്കൂറാണ്. ഒരു ദിവസം 8 മണിക്കൂറാണ് ശരാശരി ഉറക്കം. 24 മണിക്കൂർ ഒരു ദിവസം. അപ്പൊ 8 എന്ന് പറഞ്ഞാൽ 1/3. അപ്പൊ 90 വയസ്സിന്റെ 1/3 എത്രയാ? 30 വർഷം ഉറക്കല്ലേ നമ്മള്? അത് കൂടും, ശരാശരിയാ പറഞ്ഞേ. 30 വർഷം നമ്മൾ അറിയുന്നില്ല. ഉറങ്ങുമ്പോ നമ്മൾ അറിയോ നമ്മളുണ്ടെന്ന്? നമ്മൾ അറിയോ? ഇല്ല. അടുത്ത് കിടക്കുന്ന ആൾ അറിഞ്ഞൊന്നും വരും കൂർക്കമ്പലി കേട്ടെങ്കിൽ. നമ്മളറിയില്ല. നമ്മളുണ്ടെന്ന് നമ്മൾ അറിയുന്നത് വെറും 60 വർഷമാണ് ഒരു ആയുസിൽ. ഈ 60 വർഷത്തിൽ 15 വർഷം ഭക്ഷണത്തിന് പോകും. ഭക്ഷണം ശേഖരിക്കണം, പാചകം ചെയ്യണം, കഴിക്കണം, വിളമ്പണം, തിന്നണം, കൈ കഴുകണം, പാത്രം കഴുകണം, എല്ലാം കൂടി ഒരായുസിൽ മനുഷ്യൻ 15 വർഷം തിന്നാൻ ചെലവഴിക്കുന്ന പറയും. വാരി തിന്നുന്ന സമയം കൂട്ടിയാൽ പോരാ, തിന്നാൻ വേണ്ടി അവിടെ പോകുന്നു, പോയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ ആര് താമസിക്കുന്നു, ഇതെല്ലാം തിന്നാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. എന്നിട്ട് അവിടെ പോയി ഇരിക്കുന്നു, ഓർഡർ ചെയ്യുന്നു, ഓർഡർ ചെയ്തിട്ടാകുമ്പോൾ അവിടെ നിന്ന് ചട്ടിയിൽ ഉണ്ടാക്കുന്നു, എന്നിട്ട് വിളമ്പുന്നത് വരെയുള്ള സമയം കാത്തു നിൽക്കുന്നു. ഇതെല്ലാം ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. അങ്ങനെ 15 വർഷം ഒരായുസിൽ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കും. 60 നിന്ന് 15 പോയാൽ ഇനി എത്രയാ? 45. പകുതി പോയേ. 90 പകുതി പോയി. ഉറങ്ങാനും തിന്നാനും. തിന്നാ പോരല്ലോ, വിസർജ്യം, ടോയ്ലറ്റ് പോട്ടെ. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും പിണറായി വിജയനായാലും മമ്മൂട്ടി ആയാലും ദുൽഖർ സൽമാൻ ആയാലും മോഹൻലാലായാലും ടോയ്ലറ്റ് പോണല്ലോ. എത്ര കാലം ഒരു ആയുസിൽ ടോയ്ലറ്റിന് വേണ്ടി ചെലവഴിക്കും അറിയും? 5 കൊല്ലം. ഫുൾ 5 കൊല്ലം. മൊത്തത്തിൽ കൂട്ടുമ്പോ 5 കൊല്ലത്തിലെ മുഴുവൻ മണിക്കൂറും. കാരണം ഒഴിക്കുന്ന സമയം കൂട്ടിയാ പോരാ, ഒഴിക്കാൻ അവിടെ പോകുന്നതും വരുന്നതും കൂടി കൂട്ടണ്ടേ. 5 കൊല്ലം ടോയ്ലറ്റ് ടൈം ഇപ്പൊ കേരളത്തിൽ കൂടി, അറിയോ? ഒരു 10-30 വർഷം മുമ്പ് ടോയ്ലറ്റ് ടൈം കുറവായിരുന്നു. കാരണം യൂറോപ്യൻ ക്ലോസറ്റ് വന്നപ്പോൾ ടൈം മറ്റു മുട്ടുമടക്കി ഇരിക്കുമ്പോൾ മുട്ട് വേദനിച്ചിട്ട് വേഗം എഴുന്നേറ്റ് പോകും. ഇപ്പൊ കസേരയിൽ ഇരിക്കും പോലെ അവിടെ ഇരിക്കുകയല്ലേ. എത്ര നേരം ഇരുന്നാലും എന്താ, വരുമ്പം വരട്ടെ, അവിടെ ഇരിക്കും. നമ്മളെ ചെറുപ്പക്കാര് കുട്ടികളെല്ലാം ഇപ്പൊ ടോയ്ലറ്റ് കയറുമ്പോൾ മൊബൈൽ കൊണ്ടാ പോകുന്നത്. അവിടെ ഇരുന്നിട്ട് ആ പലതും ഡൗൺലോഡിങ്, മേലെ നിന്ന് ഡൗൺലോഡിങ്, താഴെ നിന്ന് ഡൗൺലോഡിങ്, രണ്ടും നടക്കുമല്ലോ അല്ലേ. 5 കൊല്ലം അങ്ങനെയും പോയി. ഇനി ഇത്രേ ബാക്കി? 45 5 പോയ 40 ബാക്കി. ആ 40-ൽ 10 കൊല്ലം നമ്മൾ ആ സുഖം വന്ന് കിടക്കും, അറിയോ? ജനിച്ചിട്ട് ആദ്യത്തെ 2 കൊല്ലം കിടപ്പ് തന്നെ ആയിരുന്നില്ല നമ്മള് കുട്ടിയായിരിക്കുമ്പോ. ഇനി സ്കൂളിൽ പോകുന്ന കാലത്താവട്ടെ, യുവാവായിരിക്കുന്ന കാലഘട്ടത്തിലാകട്ടെ, പനി വന്ന, തലവേദന വന്ന, വയറുവേദന വന്ന, പീരീഡ്സ് ആയാൽ എല്ലാം കിടക്കുമല്ലോ. അതിന് പുറമെ ഒരു 70 കഴിഞ്ഞാൽ അധികവും കിടപ്പ് തന്നെയല്ലേ. 10 വർഷം ഒരായുസിൽ അസുഖം വന്ന് കിടക്കും. ഇനി എത്ര ബാക്കി? 30. ആ 30-ൽ 5 വർഷം നമ്മളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടേ, കുളിക്കണ്ടേ, പല്ല് തേക്കണ്ടേ, മുടി മുറിക്കണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ട് തൊടണ്ടേ, പുരികം പൊരിക്കണ്ടേ, പരച്ചുണ്ടാക്കണ്ടേ.
മീശ കെട്ടിയണ്ടേ, ഷേവ് ചെയ്യണ്ടേ, സാരി ഉടുക്കണ്ടേ, മുന്താണിന്റെ പിന്നു കുത്തണ്ടേ, എല്ലാം കൂടി ഒരായുസിൽ മേക്കപ്പ് ചെയ്യാൻ 5 കൊല്ലം ചെലവഴിക്കും. ഇനി എത്ര നമ്മുടെ കയ്യിൽ? 25 കൊല്ലമാണ്. അതുകൊണ്ട് നമുക്ക് അടങ്ങിയിരിക്കാൻ നേരമുണ്ടോ? ഇല്ല. 25 വർഷം മാത്രമേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഫുൾ സ്വിംഗ് ആയിട്ട് നമുക്ക് കർമ്മശേഷി പ്ലസ് ആവാനുള്ളൂ. അധ്വാനവും ചിന്തയുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വെറും 25 വർഷമേ ഉള്ളൂ. ആ വർഷങ്ങൾ നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷവും. വെറുതെ റെയിലും നോക്കാം, വെറുതെ ഗെയിമും കളിച്ചിരിക്കും. ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശ രസമധുരം. കാരണം എന്താ? ഇന്നോ നാളെയോ വിളക്കു കേടും, പിന്നെയോ ശൂന്യമാം അന്ധകാരം എന്ന ജയചന്ദ്രന്റെ പാട്ടിലെ വരി ഓർക്കുക. നമ്മുടെ ജീവിതത്തെ ഓരോ നിമിഷവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞുപോയതിലെ നേട്ടങ്ങളും നഷ്ടങ്ങളും ആലോചിച്ചിട്ട് അഹന്ത കൊള്ളാനോ ദുഃഖിക്കാനോ പാടില്ല. സംഭവിച്ചതിന് തിരിച്ചു വരുമോ? ജനിച്ചു തീർന്നിട്ടില്ല ഇതുവരെ. നമ്മള് ജനിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞു. 2025 ആഗസ്റ്റ് 26 ജീവിച്ചിരുന്ന VK സുരേഷ് ബാബു എന്ന ഞാൻ ഇന്നലെ രാത്രി 12 മണിക്ക് മരിച്ചു. ഇപ്പൊ നിൽക്കുന്ന ആള് 2025 ആഗസ്റ്റ് 26 ജീവിക്കുന്നത്. 25 ജീവിച്ചാൽ ഇന്നലെ മരിച്ചു. ഇനി എനിക്ക് ആഗസ്റ്റ് 25 ജീവിക്കാൻ പറ്റുമോ? ഇന്നലെ വരെയുള്ള നമ്മൾ മരിച്ചു വീടില്ലേ? ജനിച്ചു തീർന്നിട്ടില്ല, ജനിച്ചിടത്തോളം മരിച്ചു. അതുകൊണ്ട് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ സമയം തിരിച്ചു വരില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഓർമ്മകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും അനുഭവ പാഠങ്ങൾ പഠിക്കുന്നവനാ മനുഷ്യൻ. അപ്പൊ ആരാ മനുഷ്യൻ? മനുഷ്യനൊരു നിർവചനം ഞാൻ പറയാം. ആ നിർവചനം ഇതാണ്: ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഒരച്ച് കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുക. ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ഊർജം ശേഖരിക്കണം. അല്ലാതെ ആലോചിച്ചിട്ട് എപ്പോഴും ടെൻഷൻ അടിക്കുകയല്ല. ചാർലി ചാപ്ലിൻ ഇതുപോലൊരു സദസ്സിൽ ഒരു തമാശ പറഞ്ഞു. തമാശ കേട്ടിട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം ബഹുരസികനാണല്ലോ. എല്ലാരും ചിരിച്ചു. ചിരിച്ചു കണ്ടപ്പോൾ അയാൾ ഒരു തവണ കൂടി ആ തമാശ പറഞ്ഞു. ഒന്നുകൂടി ചിരിച്ചു. പക്ഷെ ആദ്യത്തെ ചിരിയുടെ അത്ര സ്ട്രോങ് ഇല്ല. എന്നിട്ട് പിന്നെയും അയാൾ ഒരു തവണ കൂടി തമാശ പറഞ്ഞു. അപ്പൊ ചിരിയുടെ അളവ് കുറഞ്ഞു. പിന്നീടും അതേ തമാശകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ബഹളം തുടങ്ങി. ഒരേ തമാശ എന്തിന് നിങ്ങൾ പലതവണ ആവർത്തിക്കുന്നു? ആരും ചിരിക്കുന്നില്ല. ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോ പറഞ്ഞു, നോക്കൂ, ഒരു തമാശ ഞാനൊരു 5 തവണ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ദേഷ്യം വന്നു അല്ലേ? നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റിയില്ല അല്ലേ? യെസ്. പിന്നെ എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വീഴ്ചയെ മരണം വരെ ആലോചിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കരയുന്നത്? എന്തിനാണ്? തമാശ പോലും നമുക്ക് പലതവണ ആവർത്തിക്കുമ്പോൾ ടെൻഷൻ വരും. എന്നാൽ ദുഃഖത്തെ എന്തിനും ഇങ്ങനെ പലതവണ ആവർത്തിക്കുന്നു? പണ്ട് ഞാൻ തുടങ്ങിയ വ്യവസായം അന്നോൻ എനിക്ക് 5 ലക്ഷവും പറ്റിച്ചവും പോയി കളഞ്ഞില്ലേ എന്ന് മരണം വരെ ആലോചിച്ചിട്ട് പോയ പൈസ പിന്നെയും ടെൻഷൻ അടിച്ചാൽ തിരിച്ചു വരുമോ? ഇല്ല. പോയത് പോയി. ശ്രീനിവാസന്റെ ഒരു സിനിമയുണ്ട്, ചിത്താവിഷ്ടിയായ ശ്യാമള. ആ സിനിമയിൽ അയാൾ പറയുന്നുണ്ട്, ഉറുപ്പ്യ 5 ലക്ഷം പോയാൽ 10 ലക്ഷത്തിന്റെ പാഠം പഠിച്ചില്ലേ? 5 ലക്ഷം പോയാലെന്താ 10 ലക്ഷത്തിന്റെ പാഠം പഠിച്ചില്ലേ അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് കടന്നുപോയ വഴികളിൽ നിന്ന് ഊർജം ശേഖരിച്ച് വഴി കണ്ടെത്തുന്നവനാണ് ലീഡർ. വൺ ഹു നോസ് ദി വേ. അതുകൊണ്ട് എവിടെ നിന്ന് എത്തിയെന്നറിയില്ല, ഏതാണ് ലക്ഷ്യമെന്നറിയില്ല എന്ന പാട്ടിന് പകരം നമുക്കൊരു മറ്റൊരു പാട്ട് പാടാം. വയലാർ എഴുതിയൊരു വേറൊരു പാട്ടുണ്ട്.
എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ. പാമ്പുകൾക്ക് മാളമുണ്ട് എന്നൊരു പാട്ടില്ല. കടന്നു വന്ന വഴികളിൽ നിന്ന് ഊർജം ശേഖരിക്കണം. ചില ആളുകളുണ്ട് പണ്ടത്തെ കാലഘട്ടത്തിലെ ഓർമ്മകൾ ഇങ്ങനെ വിലയം പ്രാപിക്കും. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയില്ലേ, എൻ്റെ തറവാട് അങ്ങനെയായിരുന്നു, ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നു. അപ്ഡേറ്റ് ആവണം നമ്മൾ. വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അതിനെ ഒരച്ച് കത്തിക്കണം. പൂർവാപര ബന്ധങ്ങൾ ഉണ്ടാവണം. എന്നിട്ട് അതിന്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ ഭാവി കാലത്ത് രൂപപ്പെടുന്നത്. അല്ലാതെ ചില ആളുകൾ എല്ലാം പണ്ടത്തത്. നിങ്ങൾ നമ്മളെ സമൂഹം കണ്ടില്ലേ, പാട്ടിന്റെ കാര്യത്തിൽ പോലും രണ്ട് പഴയതും പുതിയതും തലമുറ. പഴയ പാട്ടെല്ലാം നല്ലത്, പുതിയ പാട്ടെല്ലാം മഹാപോക്ക് എന്നാര് പറയും, പഴയ. എന്നാ പുതിയ തലമുറ പറയും പഴയ പാട്ട് എന്ത് ഗുണ, അയ്യോ. അവര് അത് പാട്ട് തുടങ്ങുമ്പോ പോവാൻ തുടങ്ങും. എന്നാ അടിച്ചു പൊളിപ്പാട്ട് വേണം അല്ലേ. പുതിയ പാട്ടെല്ലാം അടി ഗംഭീരം, കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലൂമിനാറ്റി കേട്ടില്ലേ. നമോ എന്തൊരു ഭീകരം പാട്ടാണ്. നമ്മുടെ പുരാണത്തിൽ ചോര കുടിച്ച രാക്ഷസന്മാരെ പറ്റിയല്ല നമ്മൾ കഥ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു രാക്ഷസനും കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചില്ല. ഇല്ലൂമിനാറ്റി, അതാണ് പാട്ട്. പുതിയത് പഴയതെല്ലാം നല്ലത്, പുതിയത് മോശമെന്ന് പഴയവരും, പുതിയതെല്ലാം നല്ലത്, പഴയതെല്ലാം മോശമെന്ന് പുതിയവരും പറയുന്ന ഈ ജനറേഷന്റെ ഗ്യാപ്പാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. പഴയതിലും നല്ലതുണ്ട്, പുതിയതിലും നല്ലതുണ്ട്. ഇതിനെ കണക്ട് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രായത്തിലുള്ളവരെല്ലാം ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് പണ്ടത്തെ ഗ്രാമീണതയുടെ വയലുകൾ, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ആ പരസ്പരമുള്ള ലോഹ്യം പറച്ചൽ, വെറ്റില മുറുക്കിയിട്ട് ലോഹ്യം പറയുന്നതും അല്ലെ, പഴയ സ്നേഹബന്ധങ്ങളൊക്കെ ആസ്വദിച്ചു. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുള്ള ആധുനിക ടെക്നോളജി നമുക്ക് ആസ്വദിക്കാൻ പറ്റി. എന്നാൽ പുതിയ തലമുറക്ക് പണ്ടത്തെ ആ ബന്ധങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. നമ്മുടെ അപ്പൂപ്പന്മാർക്കും പറ്റിയില്ല. പുതിയതൊന്നും അവർക്ക് പറ്റിയില്ല. നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്ക് യേശുദാസിന്റെ പഴയ വരുവാൻ എന്ന പാട്ട് ആസ്വദിച്ചു. പുതിയ കാലഘട്ടത്തിന്റെ അടിപൊളി പാട്ട് പാടി തുള്ളാനും നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. രണ്ടുമുണ്ട്, രണ്ടിനെയും കണക്ട് ചെയ്യണം. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തുണ്ടായത് പഴയതിലെ തിന്മയും പുതിയതിലെ തിന്മയും ഭയങ്കര ഐക്യമുന്നണിയാണ്. പഴയതിലെ നന്മയും പുതിയതിലെ നന്മയും തമ്മ കണ്ടാ മിണ്ടുന്നില്ല. പ്രശ്നം. ജോർജ് ബെർണാഡ് ഷാ എന്ന് പറയുന്ന ലോക പ്രശസ്തനായിരിക്കുന്ന ഒരു ബുദ്ധിജീവിയുണ്ട്, അറിയാമോ? ഗംഭീര ചിന്തകനാണ്. അയാളുടെ എഴുത്തുകൾ അത്ഭുതമാണ്. അത് വായിച്ച് ആസ്വദിച്ച ഒരു സിനിമ നടിക്ക് ഇയാളോട് പ്രേമം തോന്നി. ഇയാളെ അന്വേഷിച്ച് പിടിച്ചിട്ട് എത്തി നോക്കുമ്പോ കണ്ട് ഞാൻ പ്രതീക്ഷിച്ച അക്ഷരങ്ങളിലൂടെ പരിചയപ്പെട്ട മനുഷ്യനല്ല ഇയാള്. അന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റാറ്റസ് ഫോട്ടോ ഒന്നും കാണാൻ സാധ്യതയില്ലല്ലോ. അടുത്തെത്തിയപ്പോഴാണ് കണ്ടാൽ ഒരു സൗന്ദര്യ സങ്കല്പ പ്രകാരം വളരെ വിരൂപനാണ് ഇദ്ദേഹം. ആകെ ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ബർണാഡ് ഷാ, നിങ്ങൾ വിരൂപനാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, എനിക്ക് എന്നെ നിങ്ങൾ വിവാഹം കഴിക്കണം. എന്നിട്ട് അതിലുണ്ടാവുന്ന കുട്ടിക്ക് എന്റെ സൗന്ദര്യവും നിങ്ങളുടെ ബുദ്ധിയും അതാരായിരിക്കും? അപ്പൊ ബർണാഡ് ഷാ സിനിമാ നടിയോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഹെലൻ, നീ എന്റെ ഐഡിയ ഈസ് ഗുഡ്, പറഞ്ഞ ഐഡിയ നല്ലതാണ്, പക്ഷേ ഉണ്ടാകുന്ന കുട്ടിക്ക് എന്റെ സൗന്ദര്യവും നിന്റെ ബുദ്ധിയായി പോയെങ്കിലോ എന്ന് പറഞ്ഞ പോലെ. സങ്കരയിനം പശുവിനെ ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പശുക്കൾക്ക് നല്ല പാലാ, പക്ഷെങ്കിൽ പ്രതിരോധ ശേഷി കുറവാണ്. ഇന്ത്യൻ പശുക്കൾക്ക് നല്ല പ്രതിരോധ ശേഷിയാ, പക്ഷെ പാല് കുറവാണ്. ഇതിനെ ക്രോസ് ബ്രീഡ് ചെയ്തിട്ട് ഇന്ത്യൻ പശുവിന്റെ പ്രതിരോധ ശേഷിയും ബ്രിട്ടീഷ് പശുവിന്റെ പാലും ഉണ്ടാക്കുന്ന പശുവിനെ ഉണ്ടാക്കിയിട്ട് നോക്കുമ്പോൾ ആദ്യം കിട്ടിയത് ഇന്ത്യൻ പശുവിന്റെ പാലും ബ്രിട്ടീഷ് പശുവിന്റെ പ്രതിരോധ ശേഷിയായി പോയി. ആ പരീക്ഷണം പരാജയപ്പെട്ടിട്ട് രണ്ടാമത്തെ പരീക്ഷണത്തിലാണ് ജേഴ്സി പശു ഉണ്ടായത്. മനസ്സിലായോ? ജേഴ്സി പശു ഉണ്ടായത്.
അതുപോലെ നമ്മൾ ഈ പഴയതിലെ നന്മയും പുതിയതിലെ നന്മയും കൂട്ടിച്ചേർക്കണം. നമ്മുടെ മക്കളെ, പുതിയ തലമുറയെ നമുക്ക് വിശ്വാസത്തിൽ എടുക്കണം. അതുകൊണ്ട് ലീഡർ വൺ ഹൂ നോസ് ദി വേ. രണ്ടാമത്തത് വഴി താൻ അറിഞ്ഞാ പോരാ, ഷോസ് ദി വേ. വഴി കാട്ടിക്കൊടുക്കണം. എന്റെ മനസ്സിലുള്ള ഐഡിയ ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ടീം ബിൽഡിംഗ് ഉണ്ടാക്കണം. ടീം ബിൽഡിംഗ് നിങ്ങളുടെ വ്യവസായത്തിൽ, നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരും നിങ്ങളുടെ തൊഴിലാളികളും എല്ലാം ഒരു ടീമാക്കി മാറ്റിയിട്ട് ഇതെന്റേതാണ് ഈ സ്ഥാപനം എന്ന ബോധ്യം ഉണ്ടാക്കണം. ഞാൻ മിനിഞ്ഞാന്ന് കുറ്റിപ്പുറത്തുള്ള KMCT ലോ കോളേജിൽ ഫസ്റ്റ് ഇയർ LLB സ്റ്റുഡൻസിന്റെ ക്ലാസ് തുറക്കുന്ന ദിവസം ഒരു ക്ലാസ് എടുക്കാൻ പോയി. ആ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. അവിടുത്തെ പ്രിൻസിപ്പൾ നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഓഫീസിൽ തിരിക്കും പറയാം, ഞാൻ ഇതിന്റെ മാനേജ്മെന്റിന്റെ ആരെയും കാണാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, മുൻകാലത്ത് ഈ കോളേജ് വൻ നഷ്ടത്തിലും വലിയ പ്രശ്നത്തിലായിരുന്നു, കുട്ടികളൊന്നും വരുന്നില്ല. എല്ലാറ്റിലും കയറി മാനേജ്മെന്റ് ഇടപെടും. മാനേജ്മെന്റ് ആണ് എല്ലാം തീരുമാനിക്കുക, ഞങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുക മാത്രമേ. അവസാനം മാനേജ്മെന്റിന്റെ പോളിസി മാറ്റി. അവര് മാറ്റിയിട്ട് തീരുമാനിച്ചു, കംപ്ലീറ്റ് ഞങ്ങൾക്ക് വിട്ടത്, എന്താ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു, നിങ്ങൾ തന്നെ എല്ലാം നടത്തിക്കൊള്ളൂ. അങ്ങനെ 4-5 കൊല്ലമായപ്പോ കോളേജ് ആകെ മാറി. അന്ന് മാനേജ്മെന്റും കുട്ടികളും തമ്മിൽ എപ്പോഴും ചണ്ടയും സമരവും ബഹളവും ആയിരുന്നു. ഞങ്ങൾക്ക് വിട്ടു തന്നപ്പോ ഞങ്ങൾ കുട്ടികളെ വിശ്വാസത്തിലെടുത്തു. ഞങ്ങൾ അമിതമായ അച്ചടക്കം അടിച്ചേൽപ്പിക്കുന്നത് നിർത്തിയപ്പോ കുട്ടികൾ നന്നായി. അമിതമായ അച്ചടക്കം ഉണ്ടാക്കിയോ അവിടെ കുട്ടികൾ അത് പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. കുട്ടികളിൽ വിശ്വാസം എടുത്തു. ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു, പുതിയ രീതിയിലുള്ള പഠന സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നു. ഇപ്പൊ കോളേജ് നന്നായി. അത് ടീം ബിൽഡിംഗ് ആണ്. ടീം എന്ന വാക്കിന് ഒരു ഫുൾ ഫോം ഉണ്ട്, അറിയില്ലേ? ടീമിന്റെ ഫുൾ ഫോം അറിയാമോ? ടുഗദർ എവരിബഡി അച്ചീവ് മോർ. ഒന്നിച്ചാൽ, ടുഗദർ പറഞ്ഞാൽ ഒരുമിച്ച്, എവരിബഡി എല്ലാവരും, അച്ചീവ് മോർ കൂടുതൽ നേടും. ഒരുമിച്ചാൽ നമ്മൾ എല്ലാവരും നേടും. ഈ ബോധം ഇന്ത്യ രാജ്യത്തെ നാടുവാഴികൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് അകർമ്മണ്യതയുടെ ഇടങ്ങളായിട്ട് ഭാരതം പോവുകയും രാജ്യം തകർന്നു പോവുകയും ചെയ്തത്. കാരണം എല്ലാം രാജാവ് തീരുമാനിക്കുന്നു, എല്ലാം രാജാവ് ചെയ്യുന്നു. ജനങ്ങൾ എന്തുണ്ടാക്കിയാലും അതിൽ നല്ലൊരു പങ്ക് രാജാവിന് കപ്പം കൊടുക്കണം. അതുകൊണ്ട് അവർക്ക് പ്ലസ് ഇല്ല. എന്തെന്നെയായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു വികാസമുണ്ടെന്ന് തോന്നുന്നില്ല ജനങ്ങൾക്ക്. നിങ്ങളുടെ തൊഴിലാളികളും നിങ്ങളുടെ ഓഫീസ് സ്റ്റാഫിനും നിങ്ങളുടെ ഒന്നിച്ചുള്ള ടീമിനെയും ഇത് ബോധ്യപ്പെടുത്തണം. നമുക്കെല്ലാം നേട്ടമുണ്ട് എന്ന്. ജൂലിയസ് സീസർ ബ്രിട്ടനെ ആക്രമിക്കാൻ വന്ന റോം ബ്രിട്ടനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പായക്കപ്പലിൽ വന്നിട്ട് പുറംകടലിൽ നങ്കൂരമിട്ട് കപ്പൽ കിടന്നിട്ട് 2 ചാരന്മാരോട് പറഞ്ഞു ബ്രിട്ടീഷ് സൈന്യത്തെ പറ്റി പഠിച്ചിട്ട് വരാൻ. ചാരന്മാര് വേഷമൊക്കെ മാറി നീന്തി അവിടെ പോയി ഏറെക്കാലം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറിയിട്ട് അടുത്ത സൈന്യത്തിന്റെ ശക്തിയൊക്കെ മനസ്സിലാക്കി തിരിച്ച് കപ്പലിലെത്തിയിട്ട് ജൂലിയസ് സീസറിനോട് പറഞ്ഞു, എത്രയും വേഗം തിരിച്ചു പോകുന്നതാണ് നല്ലത്. നമ്മുടെ സൈന്യത്തിന്റെ 4 ഇരട്ടി വലിപ്പമുണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിന്. ഒരു വിധത്തിലും നമുക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അപ്പോ ജൂലിയസ് സീസർ തന്റെ മന്ത്രിസഭ കൂടി കപ്പലിനകത്ത്. അപ്പൊ എന്താ എല്ലാവരും തീരുമാനിക്കുന്നത്? അപ്പൊ പലരും പറഞ്ഞു, തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പോകുന്നു? അവസാനം ജൂലിയസ് സീസർ തീരുമാനം പ്രഖ്യാപിച്ചു, ഞാൻ ഇനി പറയുന്ന കാര്യം ഇങ്ങോട്ട് ചോദ്യം ചെയ്യാതെ നിങ്ങൾ അനുസരിക്കുക. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും പടക്കോപ്പുകളുമായിട്ട് കരയിലേക്ക് ഇറങ്ങും. എന്നിട്ട് വന്ന പായ്ക്കപ്പലുകൾ മുഴുവൻ തീ കൊടുക്കാൻ പറഞ്ഞു. പറഞ്ഞതനുസരിക്കണം, രാജാവല്ലേ. എല്ലാ കപ്പലും കത്തിച്ചേർന്നു. ഇനി യുദ്ധത്തിന് പോവാ. ആ യുദ്ധത്തിൽ ജൂലിയസ് സീസർ ജയിച്ചു. എന്തിനായിരുന്നു ഈ കപ്പലുകൾക്ക് തീ കൊടുത്തത്? ജയിച്ചതിന് ശേഷം മന്ത്രിമാർ ചോദിച്ചു. അപ്പൊ ജൂലിയസ് സീസർ പറഞ്ഞത്, ആ
യുദ്ധം ജയിക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു, നിങ്ങളുടെ പടയാളികളുടെ ആവശ്യമായിരുന്നില്ല. പക്ഷെ കപ്പല് തീ കൊടുത്തോടുകൂടി തിരിച്ച് നാട്ടു പോകണമെങ്കിൽ, തന്റെ ഭാര്യ മക്കളെ കാണണമെങ്കിൽ യുദ്ധം ജയിച്ചേ തീരൂ. കാരണം ബ്രിട്ടന്റെ കപ്പലിൽ തിരിച്ചു പോകാൻ പറ്റും, തിരിച്ചോടാൻ വേറെ മാർഗമില്ലല്ലോ. ജയിച്ചെങ്കിൽ തിരിച്ച് നാട്ടു പോവാൻ ഭാര്യ മക്കളെ കാണാം. തോറ്റെങ്കിലോ, തോറ്റെങ്കിൽ തിരിച്ചു പോകാൻ കപ്പൽ വേണ്ടല്ലോ. ജയിച്ചെങ്കിലും ബ്രിട്ടന്റെ കപ്പൽ എടുക്കാം, തോറ്റെങ്കിലും നമ്മുടെ കപ്പൽ വെറുതെ കിടക്കുന്നല്ലാണ്ട് എന്താ കാര്യം? അപ്പൊ പിന്നെ യുദ്ധത്തിൽ എല്ലാവരും യുദ്ധം ചെയ്തു. ഓരോരുത്തരും യുദ്ധം ചെയ്ത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടിയാ. കയർ ഫാക്ടറിയിൽ ഓണം ബോണസിന് പോയ ഒരു തൊഴിലാളിയുടെ അവസ്ഥ തുലാഭാരം എന്ന് പറയുന്ന സിനിമയിൽ ഓർമ്മയുണ്ടോ? പണ്ടത്തെ തുലാഭാര സിനിമ, നസീറും ശാരദയും കയർ ഫാക്ടറിയിൽ ഓണത്തിന് ബോണസിന് പോയപ്പോ ഫാക്ടറി പൂട്ടി മുതലാളി സ്ഥലപ്പെട്ടിരിക്കുന്നു. ബോണസ് ഇല്ല, ഇനി പണിയില്ല, അമ്മാസത്തെ ശമ്പളം ഇല്ല, ഓണം പട്ടിണിയില്ല. പട്ടിണിയിലാണ് ഓണം. തന്റെ കുട്ടിക്കൊരു കുപ്പായം വാങ്ങാൻ കഴിവില്ല, ഓണത്തിനൊരു പായസം വെക്കേണ്ട വകയില്ല. നിരാശനായിട്ട് വീട്ടിലേക്ക് വരുമ്പോ കുട്ടിയെ തൊട്ടിലിട്ടിട്ട് ഭാര്യ പാടിയ ഒരു താരാട്ടുപാട്ട് ഓർമ്മയുണ്ടോ? ആ താരാട്ടുപാട്ടിതാ: ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിൽ പനിനീര്. അതിന് മറുപടിയായിട്ട് നസീർ പാടുക: ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിലോരോ കുമ്പിൽ കണ്ണീര്. പിന്നെയും ഭാര്യ സ്വപ്നങ്ങൾ വരിയുന്നു. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി. അപ്പൊ ഭർത്താവിന്റെ മറുപടി: കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി, കർക്കിടകത്തിൽ കരിക്കാടി. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തുണ്ട് സൊല്യൂഷൻ? ആ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് ആ അമ്മ പാടി: മോനെ ഒന്നുറങ്ങോ, ഒന്നുറങ്ങോ, പൊന്നുഷസ് കണി കണ്ടുണരാൻ, ഒന്നുറങ്ങോ. അതാണ് ആ കുട്ടി. പൊന്നുഷസ് കണി കണ്ടുറങ്ങി ഉണർന്ന കുട്ടികളാണ് നിങ്ങളെല്ലാം, നമ്മളെല്ലാം. ഒരു പുതിയ പ്രഭാതം കണി കണ്ടുണരാൻ, ഒരു വികാസം കണി കണ്ടുണരാൻ